ഒരു ജപ്പാൻ മോഡൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു കൊറിയ മോഡൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു യൂറോപ്പ് മോഡൽ പ്രൊഡക്ഷൻ, അതൊക്കെ ഇവിടെ നടക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല, അതാ പ്രശ്നം. നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഉടനെ ചിന്തിപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ അതാണ്. അല്ല, ഗവൺമെന്റിനെ കുറ്റം പറയണ്ട. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരാളാണ്. നമ്മളെ MLA ആരാണ്? അപ്പൊ നമ്മളെ ചിന്താഗതി തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. അപ്പൊ നമ്മൾ മാറിയ ഗവൺമെന്റും മാറും. ജനങ്ങൾ മാറിയ ഗവൺമെന്റും മാറി. നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയണ്ട. അപ്പൊ ജനങ്ങളിലാണ് മാറ്റം വരേണ്ടത്. ജനങ്ങളിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് ആവശ്യമാണെന്നും സംസ്ഥാനത്തിന് ആവശ്യമാണെന്നും സംസ്ഥാനത്തിന്റെ സെൽഫ് ഡിപ്പെൻഡൻസ്, സ്വയം പര്യാപ്തതയ്ക്ക് ആവശ്യമാണെന്നുള്ള അതൊരു ഇപ്പൊ ദുബൈയിൽ ഇപ്പൊ കമ്പനി തുടങ്ങാൻ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കാലൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയിട്ട് ഓംബ്രാന്ന് നിൽക്കണ്ടല്ലോ. അതവിടെ ഇലക്ട്രോണിക്കലി അപ്ലൈ ചെയ്താൽ ഫീസ് അടച്ച സാധനം അപ്രൂവ് ആയി വരും. ആ സംവിധാനം ഇവിടെ കൊണ്ടുവരണം. ആന്ധ്രാപ്രദേശിൽ വന്നല്ലോ, ഇവിടെ വരണം. ചൈനയിൽ കമ്പനി ഫോം ചെയ്യാൻ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അവിടെ പോയി ഓംബ്ര അടിക്കണ്ട. അപ്പൊ ഓംബ്ര പരിപാടി ഇവിടെ നിർത്തണം. ഞാൻ മനസ്സിലായി. ആ ഒരു ഉദ്യോഗസ്ഥ ഡിപ്പെൻഡൻസി മാറ്റിയിട്ട്, ബ്യൂറോക്രസി മാറ്റിയിട്ട് നമുക്ക് ഇവിടെ സിസ്റ്റംസ് ഉണ്ടാക്കാം. അപ്പൊ ഏകജാലക സംവിധാനത്തിൽ നമ്മൾ അപ്രൂവൽസും കാര്യങ്ങളും എല്ലാം ജനങ്ങളായിട്ട് ബന്ധമല്ല. അപ്പൊ കൈക്കൂലി വിഷയങ്ങൾ, ബ്ലോക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് സിമ്പിൾ ആയിട്ട് കൊണ്ടുവരാം. ടെക്നോളജിക്കൽ ഇൻവെസ്റ്റ്മെന്റ് അതിന് വേണ്ടുള്ളൂ. കാരണം മറ്റുള്ളവർക്ക് ഒരു ഇപ്പൊ ഈവൻ നമ്മളെ ഷോപ്പ് വിസിറ്റ് അതിന് വരെ ആള് വരണ്ട. നമ്മൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അവിടെ നോക്കിക്കോളി. അങ്ങനെയല്ല ഇപ്പൊ ദുബായിൽ ചെയ്യണം. നമ്മൾ ഓഫീസിന്റെ ഫോട്ടോ അല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യണേ? ചെയ്യാലോ. അതിന്റെ ഗൂഗിൾ മാപ്പും അതിന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാലോ. അപ്പൊ അത് സെറ്റാക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയ സമരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യം ഒരു കൾച്ചറാക്കി എടുക്കണം. കേരളം ഒരു ബിസിനസ് ഫ്രണ്ട്ലി സംസ്ഥാനമാണ് എന്നുള്ള ഒരു കൾച്ചറാക്കി നമ്മൾ എടുക്കുകയും പിന്നെ അതിനൊരു നാഷണൽ പോളിസി ആക്കി മാറ്റണം, സ്റ്റേറ്റ് പോളിസി. അതിനെതിരെ പ്രവർത്തിക്കുന്നവർ ഒരു ആന്റി നാഷണൽ ആയിട്ട് മാറണം. എന്തിനെതിരെ പ്രവർത്തിക്കുന്നവര്? ബിസിനസിനെതിരെ പ്രവർത്തിക്കുന്നവർ ആന്റി നാഷണൽ ക്രൈമായി ജാമ്യമില്ലാ വകുപ്പായിട്ട് ഗവൺമെന്റ് പാസ്സാക്കണം. കാരണം അവർ രാജ്യത്തെ നശിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ രാജ്യത്തിനെ സ്വയം പര്യാപ്തമാക്കേണ്ട ബിസിനസ്സുകാരൻ കൊണ്ടുവരുന്ന സംഭവങ്ങൾ ഇല്ലാതാക്കുന്നവൻ ആന്റി നാഷണലാണ്. സമ്പത്തിനെ നശിപ്പിക്കല്ലേ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പോളിസി ഗവൺമെന്റ് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ബ്യൂറോക്രസി കുറച്ചു കൊണ്ടുവരാം, രാഷ്ട്രീയ ഇടപെടലുകൾ കുറച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഈ യുവാക്കൾക്ക് നമ്മൾ യുവാക്കൾക്ക് ഗവൺമെന്റ് സബ്സിഡികളും ലോണുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സപ്പോർട്ടുകളും ഗൈഡൻസുകളും മെന്ററിങ്ങുകളും വർക്ക്ഷോപ്പുകളും പദ്ധതികളും കൃഷി എങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ തൃശ്ശൂർ പോയാൽ ഒരു ഇതുണ്ട്, നമ്മുടെ കാർഷിക യൂണിവേഴ്സിറ്റി, എന്തായാലും പേര് മണ്ണുത്തി. അവിടെ ഞങ്ങൾക്ക് കൃഷി പഠിപ്പിച്ചു തരട്ടെ. നമ്മളെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്ക് എന്താക്കാം, കാർഷികമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കി. ടെക്നോളജി, ഫണ്ടിങ്, ഗവൺമെന്റിന്റെ സ്കീമുകൾ, അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഒരു ഭാഗത്ത്, NGOകളുടെ സപ്പോർട്ട് ഒരു ഭാഗത്ത്, ലീഗൽ സംവിധാനം ഒരു ഭാഗത്ത്, പിന്നെ ടെക്നോളജിക്കൽ ഏകജാലക സംവിധാനം, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു നെക്സ്റ്റ് വരുന്ന 5 to 10 വർഷത്തിൽ നമ്മൾ മര്യാദയ്ക്ക് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും വാർ വരും, ഇനിയും കൊറോണ വരും. ഈ ഗൾഫ് പണം എന്നും ഉണ്ടാവുന്നൊന്നും ചിന്തിക്കണ്ട. അതില്ലാത്തൊരു ദിവസം വരും. അന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന 35% ബൈയിങ് പർച്ചേസിംഗ് പവർ എന്താവും? ഇല്ലാതാവും. അതോടുകൂടി നമ്മുടെ സംസ്ഥാനം ഇല്ലാതാവും.